ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ചികിത്സാ കേന്ദ്രത്തിൽ അഗ്നിബാധയെ തുടർന്നാണ് ദുരന്തമുണ്ടായത്. നവജാത ശിശുക്കളടക്കം 7 കുരുന്നുകളാണ് വെന്തു മരിച്ചത്. ചികിത്സാ കേന്ദ്രത്തിന് താഴത്തെ നിലയിൽ അനധികൃതമായി പ്രവർത്തിച്ച ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രത്തിലെ പൊട്ടിത്തെറിയാണ് ഈ ദുരന്തത്തിന് കാരണം. बच्चों को बाहर लेके आना तो बहुत बात की बात है. पहले तो हमने यहाँ देख के हैरान हो गए कि ये विस्फोट हो क्यों रहा है. ये आग लगी है या कोई हमला है, यहाँ या बम ब्लास्ट हुआ है, क्या है, ये समझ पाना वही बड़े मुश्किल हो रहा था. ഇന്നലെ രാത്രി 12 മണിക്ക് ഇത്തരത്തിൽ അഗ്നിബാധ ഉണ്ടായി എന്നുള്ളത് ഫയർഫോഴ്സിന് വിവരം ലഭിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇവിടേക്ക് നാട്ടുകാരും അതുപോലെ തന്നെ ഈ അഗ്നിബാധ കണ്ട് ഫയർഫോഴ്സും എല്ലാവരും ഓടിയെത്തുന്നത്. 3 നില കെട്ടിടമാണ്. ഇതിൻ്റെ 3ാമത്തെ നിലയിലാണ് കുട്ടികൾ ഉണ്ടായിരുന്നത്. 12 കുട്ടികൾ ഉണ്ടായിരുന്നു. അത് ആഴ്ചകൾ മുതൽ 1, 2, 3 മാസം വരെ പ്രായമുണ്ടായിരുന്ന കുട്ടികൾ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രമായിരുന്നു. ഇത് അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല ഈ ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്നുണ്ടായ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം അഗ്നിബാധ അത് ഉണ്ടായത് എന്നുള്ളത് നാട്ടുകാരടക്കം നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. മാത്രമല്ല ആദ്യത്തെ ഘട്ടത്തിൽ 12 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അവർക്ക് പോലും ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞില്ല. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഈ ഓക്സിജൻ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം ഇതിലൊരു ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അത് അകത്തേക്ക് പ്രവേശിച്ചാണ് വലിയ ഒരു അഗ്നിബാധ ഉണ്ടായത്, ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. അതിന് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി 5-ലധികം ഓക്സിജൻ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. ഈ ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, നഴ്സുമാരുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തങ്ങാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അത്രയും അങ്ങനെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഈ അപകടമുണ്ടായപ്പോൾ, തീപിടുത്തമുണ്ടായപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. ഇതേ ബच्चे उठाओ 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 तो 12 കുട്ടികൾ അകത്ത് കുടുങ്ങിപ്പോയി. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും എത്തി അഗ്നി ശമിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഭീഷണി ഉണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതിനു ശേഷമായിരുന്നു മറ്റൊരു വഴിയിൽ കൂടെ ഈ കെട്ടിടത്തിന് പുറകിലൂടെ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിച്ചതും അതിനുശേഷം കുട്ടികളെ പുറത്തെത്തിച്ചതും. ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റ് AC-യിലുണ്ടായ പൊട്ടിത്തെറിയോ ചൂടോ ഒന്നുമല്ല. അനധികൃതമായി ഒരു ആശുപത്രിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓക്സിജൻ സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചൊരു കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു അഗ്നിബാധ ഉണ്ടായത്. മാത്രമല്ല ഈ കെട്ടിടത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന 2-3 കെട്ടിടങ്ങൾ, അതിലൊരു ബാങ്കിൻ്റെ ചെറിയൊരു ഭാഗം കൂടിയുണ്ട്, ബാങ്കിൻ്റെ ഒരു ശാഖയുടെ, അതടക്കം കത്തിപ്പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കത്തിയതെങ്കിലും ഒപ്പം തന്നെ 2 വാഹനങ്ങൾ, ഒരു വാനും അതുപോലെ തന്നെ ഒരു ബൈക്കും പൂർണ്ണമായിട്ടും അഗ്നിക്കിരയായി. അത്തരത്തിലുള്ളൊരു തീപിടുത്തം തന്നെയായിരുന്നു ഉണ്ടായത്. പിന്നീട് ആളുകൾ എത്തിത്തന്നെയായിരുന്നു ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചതും. നാട്ടുകാരുടെ സഹായത്തോടു കൂടി മറ്റുള്ളവരെയെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ യാതൊരുവിധ പരിക്കുകളോ പൊള്ളലോ ഒന്നും തന്നെ ഏറ്റിട്ടില്ല. ഈ ദുരന്തത്തിന്, ഈ ഒരു അനാസ്ഥയ്ക്ക് ബലി കൊടുക്കേണ്ടി വന്നത് കുരുന്നുകളുടെ ജീവനാണ് എന്നുള്ളതാണ്. മാത്രമല്ല നിലവിൽ ആരോഗ്യമന്ത്രി സൗരഭ് ഭാരദ്വാജ് ഈ പ്രദേശത്തേക്ക് വന്നു. അദ്ദേഹം ഈ പരിസരമെല്ലാം തന്നെ വീക്ഷിച്ച് മടങ്ങിയിരിക്കുന്നു. ഈ വീഴ്ചയ്ക്ക്, ഈ ദുരന്തത്തിന് കാരണക്കാരായവരെ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൂടി. ഇപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ, ഈ ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രത്തിൻ്റെ ഉടമ ഈ ഒരു സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനാസ്ഥയാണ് ഇത്തരത്തിൽ 6 അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത് എന്നുള്ള വാർത്ത വന്നതോടുകൂടി അദ്ദേഹവും ഒളിവിലാണ്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.